ജയ് ഹിന്ദ്. വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സന്തോഷ വാർത്ത. 8ാം ശമ്പള കമ്മീഷൻ സംബന്ധിച്ച വിവരങ്ങൾ യഥാസമയം അറിയാനും നമ്മൾ പെൻഷനേഴ്സിനും സർവീസിലുള്ളവർക്കും മറ്റ് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും തങ്ങളുടെ നിർദ്ദേശങ്ങൾ നൽകാനുമായി ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നു. അതോടൊപ്പം 8ാം ശമ്പള കമ്മീഷൻ സംബന്ധിച്ച നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്താനായി 18 ചോദ്യങ്ങളടങ്ങിയ ഒരു ചോദ്യാവലിയും പബ്ലിഷ് ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ. സ്ക്രീനിൽ കാണുന്നത് 8ാം ശമ്പള കമ്മീഷൻ്റെ വെബ്സൈറ്റാണ്. ഗൂഗിളിൽ 8cpc.gov.in എന്ന് ടൈപ്പ് ചെയ്താൽ സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് ഓപ്പൺ ആകുന്നതാണ്. ഇതിൽ 8cpc ക്വസ്റ്റ്യനെയർ അഥവാ 8ാം ശമ്പള കമ്മീഷൻ ചോദ്യാവലി കാണാൻ സാധിക്കും. വിവരങ്ങൾ മനസ്സിലാക്കാനായി 8ാം കേന്ദ്ര ശമ്പള കമ്മീഷൻ കാഴ്ചപ്പാടുകൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എന്നിവ തേടുന്നു. mygov.in വെബ് പോർട്ടലിൽ ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന 18 ചോദ്യങ്ങളുള്ള ഈ ചോദ്യാവലിയിലൂടെയാണ് ഈ നിർദ്ദേശങ്ങൾ ഘടനാപരമായ രീതിയിൽ തേടുന്നത്. മന്ത്രാലയങ്ങൾ, വകുപ്പുകൾ, സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ, സർക്കാർ ജീവനക്കാർ, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ജീവനക്കാർ, ജുഡീഷ്യൽ ഓഫീസർമാർ, കോടതികളിലെ ഉദ്യോഗസ്ഥർ, മറ്റ് ജീവനക്കാർ, റെഗുലേറ്ററി ബോഡികളിലെ അംഗങ്ങൾ, സേവനമനുഷ്ഠിക്കുന്നതോ വിരമിച്ചതോ ആയ ജീവനക്കാരുടെ അസോസിയേഷനുകൾ അല്ലെങ്കിൽ യൂണിയനുകൾ, പെൻഷൻകാർ, ഗവേഷകർ എന്നിവരിൽ നിന്നും പ്രതികരണങ്ങൾ ക്ഷണിക്കുന്നു. പ്രതികരണങ്ങൾ നടത്തുന്നവരുടെ പേരുകൾ വെളിപ്പെടുത്തുന്നതല്ല. ചോദ്യാവലിയിലെ പ്രതികരണങ്ങൾ സംയോജിതമായി വിശകലനം ചെയ്യുകയോ വെളിപ്പെടുത്തുകയോ ചെയ്യും. താഴെ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അഭിപ്രായങ്ങൾ അറിയിക്കാം. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്പൺ ആകുന്ന വെബ് പേജിൽ മൊബൈൽ നമ്പരോ ഇമെയിൽ ഐഡിയോ നൽകി ലഭിക്കുന്ന OTP വഴി നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കും. ഫെബ്രുവരി 5 മുതൽ മാർച്ച് 16 രാത്രി 11:45 വരെയാണ് അഭിപ്രായങ്ങൾ അറിയിക്കാനുള്ള സമയം. കഴിവതും എല്ലാവരും പേഴ്സണലായും സംഘടനകൾ നേരിട്ടും തങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ചോദ്യാവലിയുടെ വിശദാംശങ്ങൾ അടുത്ത വീഡിയോയിൽ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.